മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണ് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് പരോൾ ലഭിക്കുന്നതെന്ന് ശരത് ലാലിന്റെ അച്ഛൻ റിപ്പോർട്ടറിനോട്. കഠിന ശിക്ഷ അനുഭവിക്കുന്നവർക്ക് കൂട്ടത്തോടെ പരോൾ ലഭിക്കുന്നത് അംഗീകരിക്കാനാകില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പ്രകാരമാണ് ജയിൽ സൂപ്രണ്ട് കാര്യങ്ങൾ നടപ്പാക്കുന്നതെന്നും സത്യനാരായണൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് ഘട്ടം ഘട്ടമായി പരോൾ ലഭിക്കുന്നതിനെതിരെയാണ് ഇപ്പോൾ കുടുംബം, അതായത് കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബം രംഗത്ത് വന്നിരിക്കുകയാണ്. ശരത് ലാലിന്റെ അച്ഛൻ നമ്മുടെ കൂടെ ചേരുന്നു. അത് എല്ലാവരും വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇതുപോലെ പരോൾ കൊടുക്കുക എന്ന് വെച്ചാൽ. അതായത് ഇത്രയും സീരിയസ് ആയ ഒരു കേസിനകത്ത് ഇത്രയും കഠിന ശിക്ഷ അനുഭവിക്കുന്നവർക്ക് കൊടുക്കേണ്ട മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ട് തുടർച്ചയായി ഇങ്ങനെ ഈ പരോൾ കൊടുക്കുക എന്ന് വെച്ചാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അത് വളരെയധികം ബുദ്ധിമുട്ടാക്കുന്ന ഒരു കാര്യമാണ്. ഭരണത്തലയിൽ നിന്നുകൊണ്ട് തന്നെ പ്രതികൾക്ക് പരോൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് തന്നെയല്ലേ, ഭരണം കൊണ്ട് തന്നെയല്ലേ. ഇല്ലെങ്കിൽ ഇപ്പോൾ ജയില് എന്ന് വെച്ചാൽ ശിക്ഷ അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് ജയിലിൻ്റെ ഉത്തരവാദികളെ സർക്കാരാണല്ലോ, ആഭ്യന്തര വകുപ്പല്ലേ കൈകാര്യം ചെയ്യുന്നത്. ആഭ്യന്തര വകുപ്പിന് എന്തും ചെയ്യാമെന്ന് വെച്ചാൽ എന്താ ചെയ്യുക? അപ്പോൾ ഇങ്ങനെയാണല്ലോ ശിക്ഷിച്ചിട്ടെന്താ കാര്യം? ഇവർക്ക് ജയിൽ സൂപ്രണ്ടിന് അവർക്ക് ഇവരെ കിട്ടുന്ന പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശപ്രകാരമാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഈ റിപ്പോർട്ടൊന്നും വലിയ കാര്യമൊന്നുമല്ല. ശേഷം എന്നൊരു ഇവിടുത്തെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് റിപ്പോർട്ട് പോയി കഴിഞ്ഞാൽ അത് സർക്കാർ പരിഗണിക്കണ്ടേ? ഒരു വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ സർക്കാർ പരിഗണിക്കുന്നില്ല. പരിഗണിക്കാമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വിടുവോ? തുടർച്ചയായിട്ട് വിടുവോ? അതിൽ ഒന്നേ ഉള്ളൂ, ഈ സ്റ്റേഷൻ പരിധിക്കകത്ത് കടക്കാൻ പാടില്ല എന്ന് മാത്രമേ വ്യവസ്ഥയോട് കൂടിയിട്ടാണ് ഇപ്പോൾ വിടുന്നത്. എന്തായാലും ഇവരുടെ കുടുംബത്തിന്റെ തീരുമാനം എന്ന് പറയുന്നത് അപ്പീലുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഏകദേശം 8ഓളം പ്രതികൾക്കാണ് അത്തരത്തിലൊരു പരോൾ ലഭിച്ചിരിക്കുന്ന സാഹചര്യമടക്കമാണ് ഇവർ അറിയിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ കാസർഗോഡ്.